ദർശന നിനക്ക് മാങ്ങാ കോടിനെ അറിയാവോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ഷൻ കഴിഞ്ഞാൽ കുണം മാറുമോ? ജോക്കി ഇപ്പൊ കുറച്ചു നേരം എന്നെ കാണാൻ വേണ്ടിട്ട് വരും. 1 2 3. ഗോഡ് ഫാദർ ഹലോ. ഇതിനകത്ത് കേറി ജോക്കി. നീ എന്തിനു ബാക്കിയുള്ള വണ്ടി ഇങ്ങനെ ഇടിച്ചു കളിക്കുന്നേ? ജോക്കി ഇത് PL ഇപ്പൊ ജോക്കി എക്സാം ലൈവ് എക്സാമ്പിൾ ഉണ്ടോ? എന്റെ അകത്ത് നോക്കിയോ ജോക്കി. ഇവനൊന്നും അനങ്ങാതിരിക്കും ഇപ്പൊ. ഞാൻ ഇവിടെ ചവിട്ടി കണ്ടോ അവൻ വീണവിടെ, അവനവിടെ വീണ് കണ്ട. ലൈവ് ഡെമോൺസ്ട്രേഷൻ. നമ്മുടെ ഗാംഗ്ലർ സൂട്ടിട്ട് ഒരുത്തോണ്ട് പെണ്ണിന് തൂക്കി നടക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെടാ, എന്റെ ചേച്ചി ഇത് കക്കാശിയുടെ ഗേൾഫ്രണ്ട്. എന്റെ ചേച്ചി പറഞ്ഞതാ വലിയ പോലെ എന്തൊരു നെഗറ്റീവ് ആയിട്ടാ ജോക്കി. ജോക്കി ഈ കുഷ്ടം പിടിച്ച മനസ്സും വെച്ചിട്ടേ ഒരാങ്ങളക്കും പെങ്ങളക്കും ഇതുവരെ നടക്കാൻ പറ്റൂലേ? ഇവരെന്തൊരു ഉച്ചി കുത്തി എന്റെ കാറിന്റെ ഇടയിലോട്ട് ഇങ്ങനെ വരണേ. വീഡിയോ കേട്ടും കേട്ടോ, വീഡിയോ ദർശന അണ്ണാകുഞ്ഞി ആടുന്ന കണക്ക് ഇത്രയും ചാടിപ്പോണ്ട ആവശ്യം കണ്ടിട്ടില്ല ഇതുവരെ. സത്യം. ഓ എന്റെ തലമുടി കാണുന്നില്ലായിരുന്നല്ലേ? ഒരു മിനിറ്റ്. ഇപ്പൊ മനസ്സിലായി. അല്ല വാസു അണ്ണ എന്നും പറഞ്ഞില്ല, തത്തമ്മ ചാടിപ്പോന്നുണ്ട്. എന്താണ് ഞാൻ പെട്ടെന്ന് കൊറേ നാളായി. എന്നെ കണ്ടിട്ട് കൊറേ നാളായില്ലേ? എന്നിട്ട് എന്റെ ഞാൻ ചാടിക്കേറിയില്ലല്ലോ. എന്താണ് വിശേഷങ്ങള്? ഇത് ചോദിക്കാണോ നീ ഇത്ര ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ട് വന്നേ? ഞാൻ നീ എന്റെ ഇപ്പൊ ഗ്യാങ്ങോസി കണ്ടിട്ട് വന്നല്ലേ ഉള്ളു? അതെ. അവിടെ വെച്ച് ചോദിക്കണ്ടായിരുന്നല്ലോ. അല്ല അണ്ണ എന്നെ ഗ്യാങ്ങോസി വിളിച്ചിട്ട് പിന്നെ എന്താന്നും പറഞ്ഞില്ല. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് അമ്പു മന്ദാരത്തിന്റെ നിനക്ക് മാങ്ങാ കോടിനെ അറിയാവോ? എന്റെ കൂട്ടുകാരൻ ഓമായി മാങ്ങ. എന്നിട്ടാ അവൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ? അതെ. അവനെ നിനക്ക് ഇഷ്ടമാണോ? ഇഷ്ടം? എന്തിനിഷ്ടം? അയ്യേ അങ്ങനല്ല, കൂട്ടുകാരെന്നുള്ള രീതിയിൽ അവനെ നിനക്ക് ഇഷ്ടമാണോ? പിന്നെ മനസ്സിന്റെ മറയില്ല, സ്നേഹത്തിന് അതിരില്ല, ഇനി നമ്മൾ പിരിയില്ല, we are friends. ഓ മൈ മങ്ങ, കണ്ണുകളിൽ ഞാൻ കാണും നിന്റെ മുഖം. എന്നിട്ടാ ഇവനൊക്കെ വെള്ളം കിട്ടാതെ ചാവട്ടെ. ഒരു മിനിറ്റ്, എനിക്കൊരു കോൾ വിളിക്കാം അർജന്റ്. ഒരു മിനിറ്റ്. അല്ല നിന്റെ അല്ല, നീ കറണ്ടടിച്ചല്ലേ അണ്ണ ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? ഇൻസ്റ്റാഗ്രാമിലെ നീലേ എടാ മാങ്ങാടെ നമ്പർ എന്ന് പറഞ്ഞടാ മന്ദാരവേ. അങ്ങനെ നമ്പർ ഞാൻ പറയാം. അത് എന്റെ ഒരു ടെസ്റ്റ് ആണ്, അതിന്റെ ഒരു ടെസ്റ്റ് ആണ്. നമ്പർ കയ്യിലില്ലെങ്കിൽ അവൻ ആത്മാർത്ഥ സുഹൃത്തല്ല. 205 464 9310. You have reached an automated voice messaging system. 205. ഇതല്ലല്ലോടാ അവന്റെ നമ്പർ. ഇത് അവന്റെ പഴയ നമ്പർ ആണേ. ഇത്ര കൂടി നമ്പർ പറ്റിയ ഇവന്റെ നമ്പർ ഏതിലായിരുന്നു? മാങ്ങാളി സിറ്റിയിലില്ല. പിന്നെ നീ മാങ്ങ അവോയ്ഡ് ചെയ്തായിരുന്നോ? നീ
അണ്ണാ അത് ഞാൻ വെറുതെ ചുമ്മാ തമാശക്കാണ്. എടാ അവന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമുള്ള ആളല്ലടാ, അപ്പൊ അവനെ നീ അവോയ്ഡ് ചെയ്തപ്പോ എങ്ങനെയാണടാ? അണ്ണാ അത് കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് ഈ മാങ്ങയും ചക്കയൊക്കെ? മാങ്ങാക്കോട്, എന്റെ കൂട്ടുകാരൻ മാങ്ങാക്കോട്. അതൊരുത്തിന്റെ പേരാ ജോക്കി. അവൻ എന്തോ ചെയ്ത്? അവനൊന്നും ചെയ്തില്ല, അവനോട് പിണങ്ങി ഇവൻ. എന്തിനാ അവനെ പിണങ്ങി? അത് ചുമ്മാ അവനൊന്ന് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ചെയ്ത. എടാ സൗഹൃദങ്ങളൊന്നും എപ്പോഴും എങ്ങനെ കിട്ടുന്നില്ല, മനസ്സിലായ? നല്ല സൗഹൃദങ്ങൾ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. ശരിയാണോ? അതെ, ഈ പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാം നമ്മളെല്ലാം ഒരു കുഴി പോകണ്ടല്ലേടാ. അതെ, ജീവിച്ചിരിക്കുമ്പോ ഈ പിണക്കങ്ങളൊക്കെ വെച്ചിട്ട് എന്തിനാ? ശരിയാണ, ശരിയാ. ഞാൻ 9ാം ക്ലാസ്സിന്റെ പരീക്ഷ പാസ്സായപ്പോഴും അവനെ അഭിനന്ദിച്ച് വിട്ടേ ഉള്ളതാണ്. പിന്നെ ഇന്നാ കാണുന്നത്. പിന്നെ നീ അതിനുശേഷം അവനെ വിളിച്ചിട്ടില്ല? ഇന്നാ പിന്നെ കാണുന്നേ. അവ 9ാം ക്ലാസ്സിന്റെ പരീക്ഷ കഴിഞ്ഞ് അന്നാ വന്നത്. പിന്നെ 10ാം ക്ലാസ്സിൽ പോയില്ലേ? 10ാം ക്ലാസ്സിൽ പോവാ വെക്കേഷനില്. നീ എന്താ ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ താടി വളർത്തിയേക്കണേ? വലിച്ചു പോച്ചിരിക്കുവാന്ന് ഇവൻ എന്തൊക്കെയാ പറയുന്നത്? ഇവര് ഉച്ചക്ക് കറണ്ട് അടിച്ചതായി. ഓക്കെ, അതുകൊണ്ട് മന്ദാർ, ഞാൻ ഇന്നോട്ട് ചോദിക്കണോ, നിനക്ക് എന്തുകൂടെ ഇത്ര ആറ്റിറ്റ്യൂഡ്? എന്താണ് പറയുന്നേ? എനിക്ക് എന്താ ആറ്റിറ്റ്യൂഡ്? എന്നാ പോയി MRD ആയിട്ട് സംസാരിക്കും. ഞാൻ എന്താ ആറ്റിറ്റ്യൂഡ്? ഇപ്പൊ പോലും ആറ്റിറ്റ്യൂഡ് ഇല്ലാണ്. നമ്മളൊക്കെ പാവങ്ങള്. ഞാൻ ഇച്ചിരി സിഗ്മ ആയിന്ന് ഉള്ള ആ ഒരു ഇതേ ഉള്ളു. എന്തായാലും ഇന്നലെ വലിയൊരു സാധനം പറഞ്ഞ ഓർമ്മയുണ്ടാ? ഓർമ്മയില്ല? ഞാൻ എന്ത് എന്താണാ ഐക്യമായിരുന്നു. ഞാൻ നൈസായിട്ട് അവിടെ കൊണ്ടിരുത്തുന്നു. കുറച്ചേരം ജോക്കി ഇപ്പൊ അവിടെ ഇരിക്കും. ജോക്കി ഇപ്പൊ കുറച്ചേരം എന്നെ കാണാൻ വേണ്ടിട്ട് വരും. മന്ദാരം വേണ്ടിട്ട് ജോക്കി ഇപ്പൊ എണ്ണിക്കും. 10 വരെ എണ്ണുമ്പോഴത്തേനും ജോക്കി എണ്ണിക്കും. 1 2 3 4 5 6 7 8 9 10. അണ്ണൻ പോയോ? പറയടാ. എന്റെ ഗേൾഫ്രണ്ട് വെൽക്കം ആയോ? 2 പേരും പോയോ? ഇല്ല, ഒരാള് പോയി. മറ്റേ പഠിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് വന്നിട്ടില്ല. ഇവ 2 പേരും ഇല്ല. പക്ഷെ ഇത് ഞാൻ ബ്രേക്കപ്പ് ആക്കിയതാണ്. എന്ത് പറഞ്ഞു? കണ്ണാപ്പി ഒരു ദിവസം മൈൻഡ് പറഞ്ഞു. എടാ എന്റെ ഓറ പോയടാ. ഞാൻ പറയത്തില്ല, എന്റെ ഓറ പോയി. എന്താ ആശിന്റെ സൗണ്ട് ഇങ്ങനെ? അത് വേറെ ആരാ അപ്പൊ സംസാരിച്ചോണ്ട് പോയത്? അത് വേറെ ആരും സംസാരിച്ചു പോയതാ. ഇതെന്താ നീ വരി ഓടുന്ന? പറയടാ, നീ എന്തിനാ ബ്രേക്കപ്പ് ആക്കിയേ? അത് ഒരു ദിവസം ഞാൻ ഈശ അടിയാണ്. അപ്പൊ കണ്ണാപ്പി നമ്മളെ ഒന്നിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു ഈശ പ്രഗ്നന്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ് അതിന് സാധ്യല്ല, നമ്മളതിന് ഒന്നും നടന്നിട്ടില്ല. ക്ഷത്രിയനെ നമ്മള് കല്യാണം കഴിക്കാണ്ട് ഇമാതിരി നിക്കൂലെന്ന് പറഞ്ഞു. നമ്മളെ കുടുംബത്തിന്റെ പാരമ്പര്യം അറിയാലാണ്. പിന്നെ അപ്പാട് ഈശാനോട് ഞാൻ ചോദിച്ചു, ഈശ ഈ കണ്ണാപ്പി പറയുന്നത് സത്യമാണോന്ന് പോയി ചോദിച്ചു. അപ്പൊ ഈശ എന്റെ മുഖത്തേക്ക് പറയണേ, അതിന് മന്ദാരത്തിന് അതിനിപ്പോ ഉള്ള കഴിവൊന്നുമില്ല. ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോയാണ്. സത്യം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് അവളെ വെച്ചോണ്ടിരിക്കണ്ട, വിട്ടേ. ബ്രേക്കപ്പ് ആക്കിയത് അണ്ണനും കൂടെ എന്നെ ആശ്വസിപ്പിക്കുന്ന വിചാരിച്ചു. ഞാൻ ആശ്വസിപ്പിച്ചതല്ലേ നിന്നെ. വെറുതെ നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരൊന്നും തലേ കയറ്റി വെക്കേണ്ട ആവശ്യമില്ല. വിട്ടേര്, അതൊക്കെ വെറുതെടാ. അതൊക്കെ മറക്കാനായിരിക്കുന്ന കാര്യങ്ങളാണല്ലേ. ഒരു മിനിറ്റ്. കോച്ച് ഇവിടെ ഉണ്ടായിരുന്നോ? കോച്ച് ഞാൻ സരളെ കണ്ടായിരുന്നു. സരളക്ക് കോച്ചിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു പറഞ്ഞു. കോച്ചിനെ ഞാൻ സെറ്റാക്കി തരട്ടെ? ആർക്ക്? നിനക്കാ? പിന്നെ സെറ്റാക്കി തരാൻ പറഞ്ഞു. ഒരു മിനിറ്റ് കോച്ച് താവരുതേ. ആരടിച്ചേ? ദർശന പോയോ?
അപ്പുകുട്ടാ എന്ത് പറ്റിയാട്ടാ മുണ്ടും മുക്കി അല്ല പെട്ടെന്ന് ഓടിപ്പോയത്. നീ എന്താ ഇവിടെ കിടന്ന് കറങ്ങണേ? ഞാൻ മുതുക്കല്ലേ എല്ലാരും പരിചയപ്പെടും. നിങ്ങളെല്ലാരും നിൽക്കുമ്പോ പിന്നെ സംസാരിക്കട്ടെ. ഞാൻ എല്ലാത്തിനും ഞാനല്ലേ ഉള്ളു. അണ്ട എന്ത് പറ്റിട്ടാ? അതെ, എല്ലാത്തിനും നീ തന്നെയാണ്. കുറച്ച് ഭയങ്കര ദർശനൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ. ദർശനം എന്നെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ദർശനം കണ്ടോളാം, അത് കുഴപ്പമില്ല. ആ ചോദിച്ചോ വെറുതെ ചോദിച്ചു. അണ്ണൻ എപ്പോഴും ഈ മുണ്ടൊക്കെ ഇട്ട് നടന്നു. അണ്ണൻ മുണ്ടൊക്കെ എടുത്ത് മാറ്റി. മുണ്ടൊക്കെ ഇപ്പൊ അണ്ടത് കാലത്ത് പിള്ളേർക്ക് ഇഷ്ടമല്ലാതാ പറഞ്ഞത്. ഈ കറുപ്പ് മുണ്ടൊക്കെ എടുത്തിട്ട്. അത് കുഴപ്പമില്ല, പിള്ളേർക്ക് വേണ്ടിയല്ലോ ഞാൻ. പിള്ളേർ ഹലോ പിള്ളേരുണ്ടോ? ഹലോ, എവിടെയാ ദർശന? അണ്ണു പറയുന്നു. ഹലോ അണ്ണു, അണ്ണു. ഹലോ 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 ഇത് പാസു അല്ലേ? അതെ, ഞാൻ മാറ്റ് ആയിരുന്നു. അന്ന് നമ്മൾ പരിചയപ്പെട്ടിരുന്നു, പക്ഷെ എനിക്ക് നമ്പർ കിട്ടിയിട്ടില്ല. 3333. ഞാനൊരു അർജന്റ് കാര്യത്തിൽ നിൽക്കുക, ഒന്ന് പോയിട്ട് വരട്ടെ. ഓക്കെ, മറ്റേ അന്ന് മനസ്സിലായില്ല. ഇല്ല, മനസ്സിലായില്ല. മാറ്റ് അല്ല, മാറ്റ്. ഒരു സെക്കൻഡ്. ഹലോ, അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ദർശന എന്ന് പറയുന്ന കുട്ടിയായിട്ട് ബന്ധമൊന്നും ഇല്ലല്ലോ, ഉണ്ടോ? അല്ല, ആ കുട്ടി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉള്ളതുകൊണ്ട് നിന്റെ അടുത്ത് സംസാരിക്കാൻ ആ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു എന്നാണ് ആ കുട്ടി പറയുന്നത്. അതെന്താണെന്നറിയോ ജോക്കി? ജോക്കി ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ. ജോക്കി അന്ന് നമ്മൾ ഇന്റർവ്യൂവിന് നമ്മൾ രണ്ടുപേരോട് ഇതിനെ ഫയർ ചെയ്ത് ഓർമ്മയുണ്ടോ? ഉണ്ട്. അപ്പോ ജോക്കി അന്നേരം ഒന്ന് മാറിയുന്ന ഓർമ്മയുണ്ടോ? ആ മാറിയുന്ന സമയത്ത് ഞാൻ നല്ല കൊടുത്തിട്ടുണ്ട്, മനസ്സിലായോ? കൊടുത്തിട്ടുണ്ടല്ലേ? അതുപോലെ ഞാൻ ഇല്ലാത്ത സമയത്ത് ജോക്കി നല്ല കൊടുത്തിട്ടുണ്ട്. നീ ഇപ്പൊ എവിടെ നിൽക്കുന്നു? ഞാൻ ജോക്കിയുടെ തൊട്ട് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്ക്. പിന്നെ ഫോൺ വിളിക്കുന്നേ? അല്ല, ജോക്കി അങ്ങോട്ട് വാ. ഹലോ, ഗുഡ് ബോയ് ആവും. പറഞ്ഞു നോക്കി. വാസു, ദർശന ദർശന ജോക്കി. ദർശനക്ക് എന്താ ദർശന? ഞാൻ നിൽക്കുന്നോണ്ടൊരു ബുദ്ധിമുട്ട് ദർശന വാസുവിന്റെ അടുത്ത് സംസാരിക്കാനായിട്ട്. ഇടയ്ക്കൊക്കെ സംസാരിക്കാറുള്ളൂ. ഞങ്ങള് വളരെ റെയർ ആയിട്ടാ കാണാറുള്ളൂ. ഞാൻ ഇപ്പൊ തന്നെ ഇതിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. നമ്മള് ഫ്രണ്ടിനെ കാണുമ്പോ ഒരു ഹായ് ബൈ, അത്രേ ഉള്ളൂ. ഹായ് ബൈ. അല്ല, പിന്നെ ഫുഡ് കഴിച്ചോന്നൊക്കെ ചോദിക്കും കേട്ടോ. ഫുഡ് കഴിച്ചോന്നായിരിക്കുമല്ലേ? ഇവിടെ മുതുക്കില് ഞാൻ തുമ്പിക്കൈ ഇട്ടാട്ടും. ഇങ്ങോട്ട് വാ. ഈ മാർക്കിൽ തുമ്പിക്കൈ ആട്ടം. ഇങ്ങോട്ട് വാ. ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചു. പിന്നെ ആട്ടം. അല്ല, വേറൊന്നും ചോദിക്കാറില്ല. അന്ന് ഇലക്ഷന് നിക്കുമെന്ന് പറഞ്ഞിട്ട് ഇലക്ഷനൊക്കെ നിന്നോളാം മോളെ, ഞാൻ ഇലക്ഷനൊക്കെ നിന്നോളാം. നിൽക്കാത്തതൊന്നും മോളെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. പറഞ്ഞില്ലായിരുന്നോ? വോട്ട് ചെയ്തോ? എന്തുവാടാ നിന്റെ പ്രശ്നം? വാസു, ജോക്കി ഒരു കോൾ വരുന്നു, ഒരു മിനിറ്റ്. ഹലോ ഹലോ, ഇത് മാറ്റ് ആണേ. മറ്റേ റോക്ക് സൂഡിന്റെ ഓർഡർ അല്ലേ? അതെ 333 അല്ലേ? ഓക്കെ. ഇതാണ് നമ്പർ. ഞാൻ നമ്പർ സേവ് ചെയ്തേക്കാം. എന്നെ വിളിച്ചത് ഇന്ന് ഞാൻ ഇച്ചിരി തിരക്കാം. നോ പ്രോബ്ലം. ഓക്കെ മാറ്റ്. ഓക്കെ, നമ്പർ സേവ് ചെയ്തേക്കാം. മാറ്റ് എന്നല്ല പേര്. ആഡ് ടു കോണ്ടാക്ട്. മാറ്റ് റോക്സ്വുഡ് ഓണർ. മാറ്റ് കോമഡിക്ക് അയ്യെന്നൊരു വർത്താനോ എന്തൊക്കെയാ കേക്കുന്നത്? എടാ നീല ഒന്ന് തന്നെ. നിനക്ക് കപ്പിളൊന്നും ഇല്ല ഇവിടെ? ഇല്ലല്ല അണ്ണ, ഞാൻ ഒരാൾക്ക് ചോക്ലേറ്റ് ഡയറി മിൽക്ക് കൊടുത്ത് അപ്പൊ പറഞ്ഞു ഷുഗർ കട്ടാന്ന്. പിന്നെ ഞാൻ വേണ്ടിയത്. എന്നിട്ട് ആ കൊച്ചെന്ത് പറഞ്ഞ നമുക്ക് പിന്നെ കാണാം, മീറ്റ് ചെയ്യണം, ബിസിയാന്ന് പറഞ്ഞു.
നിനക്ക് താല്പര്യമുള്ള കൊച്ചിന്റെ പേരെന്താ? അവള് വേണ്ട. ഗ്യാങ് ആണോ നോക്കുന്നത് അതോ ടിൻഡർ ആപ്പ് വല്ലോ നോക്കുന്നത്? ജോക്കി ഞാനൊരു കാര്യം പറയട്ടെ, ജോക്കി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒത്തൊരുമയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ജോക്കി ഇന്ന് നല്ല ജോക്കി, നമ്മളൊരു കമ്പനി നടത്തുന്നു. ആ കമ്പനി നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്താ നമ്മള് എംപ്ലോയേഴ്സിന് വേണ്ടി ചെയ്തു കൊടുക്കണം? എംപ്ലോയീസിന് ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കണം. ജോക്കി അങ്ങനത്തെ ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയർ ഞാൻ ഇവരിലേക്ക് കൊടുക്കില്ലേ? അതുകൊണ്ടല്ലേ ഇവര് സന്തോഷത്തോടെ ഇരിക്കുന്നത്. ഒരു മിനിറ്റ് മന്ദാര, ഒരു മിനിറ്റടാ ജോക്കി ഒന്ന് വന്നേ സംസാരിക്കല്ലേ, ഒന്ന് വന്നേ. നീ ഒന്ന് അടങ്ങി നിക്കുമോ? എലക്ഷൻ കഴിയുന്നവരെ ജോക്കി കുറച്ചൊന്ന് ചില്ലായേ. ഞാൻ ചില്ലാണ് ജോക്കി. 35-70 വോട്ട് വരാൻ പോണേ. ഇവന്മാർക്ക് ഈ ഒരു സ്വാതന്ത്ര്യം നമ്മളിങ്ങനെ ഭയങ്കര സോഷ്യലൈസ് ചെയ്ത് നിൽക്കുമ്പോൾ ഇവന്മാരുടെ ലവേഴ്സ് ഇപ്പൊ എക്സാമ്പിൾ ഇവന്മാരെയൊക്കെ വിടാം. നമ്മളിപ്പോ എങ്ങനെ ഫ്രീ ആയിട്ട് വിടുമ്പോ ഇവരെയൊക്കെ കപ്പിൾ വിളിക്കുന്ന സമയത്ത് എന്താ ഞാൻ അങ്ങോട്ട് വരുക, അപ്പൊ അവര് ചോദിക്കും അവിടെ ജോക്കിയാണോ എന്നൊക്കെ ഇല്ലേ? ജോക്കിയുണ്ട് ഇപ്പൊ പണ്ടത്തെ പോലെ സീനൊന്നും ഇല്ല എന്ന് പറയുമ്പോ അപ്പുറത്ത് നിൽക്കുന്ന കൊച്ചിനും ആണോ പുള്ളി ഓക്കെ? അങ്ങനല്ല, ഗ്യാങ് ഹൗസിലോട്ടല്ല, എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകുന്ന സമയത്ത് മനസ്സിലായ? നമ്മളിപ്പോ നമ്മളോട് നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും വിളിക്കുമ്പോ ജോക്കി സിറ്റിയിൽ ഉണ്ടെങ്കിൽ തന്നെ, ജോക്കി സിറ്റിയിലുള്ളപ്പോ ഇവന്മാരങ്ങനെ പോകത്തില്ലല്ലോ. അപ്പൊ ഇപ്പൊ ജോക്കി ഉള്ളപ്പോ അവന്മാര് പോകുമ്പോ തന്നെ അവളുമാർക്ക് ഒരു തോട്ട് വരൂലേ ജോക്കി ഉള്ളപ്പോഴും വിടുന്നുണ്ട്. അപ്പൊ ഇവര് തന്നെ ചോദിക്കും ജോക്കി ഉള്ളപ്പോ വരുന്നുണ്ട് സീനൊന്നും ഇല്ലേന്ന്. അപ്പൊ ഇവന്മാര് പറയും ഇല്ല ജോക്കി അതൊക്കെ മാറി. അപ്പൊ അവർക്കൂടെ വോട്ട് ചെയ്യാനൊരു ത്വര വരും, മനസ്സിലായ? അതാ ഞാൻ പറഞ്ഞത്, ഇലക്ഷൻ കഴിയുന്നവരെ അങ്ങ് കണ്ണടച്ച് വിട്ടേരെ. നിന്റെ കാര്യത്തിലും കണ്ണടക്കണമായിരിക്കും അല്ലേ? അതായിരിക്കും. ഞാൻ വേട്ടാവളിയാ, നീ വല്ല ഒക്കുന്ന പണിക്ക് എങ്ങനെ പോവാൻ നോക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാ ഞാൻ കണ്ണടച്ച് നിക്കാ, ഞാൻ ഇനി കണ്ണടച്ചൊക്കെ നിക്കാ. എടാ ഇലക്ഷന് കഴിയുന്നതിന് വരെ ഞാൻ അവരുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു. ജോക്കി ഇല്ലായിരുന്നു ആ ദർശനം ഞാൻ എന്ന് സെറ്റ് ചെയ്തേനെ. എടാ നിന്റെ അടുത്തിലടാ കുട്ടിക്കുരങ്ങ ഇപ്പൊ കുറെ നാളായിട്ട് ചോദിക്കുന്നത് ദർശനം ഇഷ്ടമാണോ? ദർശനം എനിക്ക് ഇഷ്ടമാണോ ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമല്ല. എടാ നീയേ ഒരു കാര്യം ചെയ്യ്, ഇതിനകത്ത് കുഴി എടുത്തിട്ട് അതിനകത്ത് കാലും കവച്ച് വെച്ച് ഇരി. ദർശനം ഇഷ്ടമാ. സംസാരിക്കാം. ഇല്ല അത് വേണ്ട വില പോവും ജോക്കി, വില പോവും. അയ്യേ പരുന്തുവാസത്തിനെ പറ്റി ഇങ്ങനെയാണോ ജോക്കി വിചാരിച്ചിരുന്നേ? എന്ത് ജോക്കി ഇങ്ങനെ പെട്ടെന്ന് ഒരു കൊച്ചിന്റെ അടുത്ത് പോയിട്ട് ഐ ലവ് യു എന്ന് പറയുന്ന ടൈപ്പാണ് പരുന്തുവാസത്താണോ ജോക്കി വിചാരിച്ചത്? ഐ ലവ് യു പറയാൻ ആര് പറഞ്ഞു? പെട്ടടിച്ചിരിക്കും ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ജോക്കി ഞാൻ വേറെ ജോക്കി ഇപ്പൊ ചെന്നിട്ട് വാസുവിന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ വില പോയി. അയ്യേ അല്ല ഞാനൊരു കാര്യം ചെയ്യട്ടെ, നമ്മള് അങ്ങനൊന്നും പറയണ്ട, സംസാരിക്കാമല്ലോ, ഫ്രണ്ട്ലി വൈബ്. അല്ല എനിക്ക് ഒന്നുകൂടെ കാര്യങ്ങൾ കൺഫേം ചെയ്യണം. ഒന്നുകൂടെ ഒരു മിനിറ്റ് ആദ്യം തൊട്ട് എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ഷൻ കഴിഞ്ഞാൽ ഗുണം മാറുമോ? എടാ ഞാനൊരു കാര്യം അല്ല ഞാൻ ആദ്യം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇത് ഇലക്ഷനുമായിട്ട് ഒരു ബന്ധവുമില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ പെണ്ണുങ്ങളുടെ ഒരു 10 വോട്ട് കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ തോക്കാനൊന്നും മുതല, ഞാൻ എന്തായാലും ചെയ്യും. അതെനിക്ക് 100% ഉറപ്പാ. ഞാൻ ഈ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിനക്കൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മൾ നടത്തി തരുമല്ലോ. ഏത് പിന്നെ അങ്ങനെയാണല്ലോ 10-12 പെൺപിള്ളേരെ വോട്ട് കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് തോക്കുന്നത് നിന്റെ വിചാരം? നല്ല വിഷയം. നിനക്കൊരു താല്പര്യം നമ്മൾ നടത്തി തരും, മനസ്സിലായോ? അതാണ് ഞാൻ ഈ പറയുന്നേ. വേണോ സംസാരിക്കണോ? ഇത് മറ്റേ ഉത്സവത്തിന് മറ്റേ കടലൊക്കെ ചെന്നിട്ട് കളിപ്പാട്ടം വേണം ചോദിക്കുന്ന പോലെ പെട്ടെന്ന് എങ്ങനെയാ പറയണേ? പിള്ളേരെ ഞാനൊരു കാര്യം പറയട്ടെ. എന്താടാ ദർശനക്ക് എന്താ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ദർശനയുടെ ചോദ്യം ചോദിക്കാം. പറയുന്ന കേക്ക് പറയണ്ടപ്പോഴേ ദർശനടുത്തൊന്ന് പോയിട്ട് ഇങ്ങോട്ട് അവര് കടപ്പുറത്തോട്ട് അല്ല അണ്ണനെ ഒറ്റയ്ക്ക് മതി പറഞ്ഞു. നമ്മളെല്ലാരും വേണം. ഞാൻ അതിന് കൂടെ ഫ്രീ എനിക്ക് ഇതാണ് പേടിയടാ. ഓ പ്ലാസ്റ്റിക് ബാറ്റ് നീ പറയുന്ന അണ്ണൻ ഒരു പ്ലാസ്റ്റിക് അതിനൊപ്പം ബോള് വാസു ഇങ്ങോട്ടൊന്ന് വന്നേ.
ജോക്കി ഞാൻ ഒരു ഇതിന് കാര്യമുണ്ട്. ഞാനൊരു പെണ്ണിന്റെ അടുത്ത് സംസാരിക്കാൻ പോകുമ്പോ പ്രീവാറിന്റെ അത്ര ആൾക്കാരുണ്ട്. ഇത് നോക്കേണ്ടത് പ്രീവാറിൽ പോലും ഇത്ര ഫുണ്ടാളെ ഞാൻ ഒരുമിച്ച് കണ്ടിട്ടില്ല. നമ്മളെ പെട്ടെന്ന് ഒരു അടി ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതുകൊണ്ടല്ലേ അടി വന്നാൽ ഞാൻ ഒറ്റയ്ക്ക് അടിച്ചോളാം. അണ്ണാ നമ്മുടെ ഈ എംപ്ലോയീസിന് ആനന്ദകരമാക്കിയ നമുക്ക് ഓയാ കഴക്കൂട്ടത്തെ ഒരു റൂം സെറ്റ് ആക്കി തരും. മന്ദാരം മെല്ലെ സംസാരിക്കണം. വാസു നിനക്ക് വേണ്ടി മലയല്ല പെണ്ണിനെ വരക്കാൻ തോളക്കേറ്റ്. നീ എന്റെ കൂടെ വന്നാണ്. കുടുംബത്തിനെ അവന്റെ അടുത്ത് വന്ന് വണ്ടി കയറാൻ പറ. ഇതൊക്കെ ഒരു